പകരം നമ്മൾ അനുഭവിക്കുന്ന ഭാഗം നോക്കിയാൽ എന്താ കാണുന്നത്? അനുഭവിക്കുന്ന ഭാഗം നോക്കിയാൽ അവിടെ കീടങ്ങളും മറ്റുള്ള യാതൊരു പ്രശ്നവുമില്ല. അപ്പം മറ്റുള്ളവരെ നന്നാക്കാൻ നടക്കുന്ന ഭാഗം, നമ്മളെ നന്നാക്കാൻ വരുന്നവരെ ശ്രദ്ധിച്ചുകൊള്ളുക. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് സേവനം ചെയ്യുന്നവരെ നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ചാൽ അവർക്ക് അവരുമായിട്ട് യാതൊരു ബന്ധവുമില്ല, താല്പര്യവുമില്ല. അവനവൻ്റെ ക്വാളിറ്റിയെ അനുഭവിക്കണമെന്ന് യാതൊരു താല്പര്യവുമില്ല. അമ്മയുമായിട്ട് നല്ലൊരു ബന്ധം ഉണ്ടാകത്തില്ല. ഈ സദാചാര പോലീസ് മറ്റുള്ളവരുടെ ഗുണത്തിന് വേണ്ടിയിട്ട്, കാരണം മറ്റുള്ളവരെല്ലാം പോഴന്മാരാണ്, വിഡ്ഢികളാണെന്ന് പറയുന്ന ഭയങ്കര വലിയ മാന്യന്മാർ, ഭയങ്കര വലിയ ബുദ്ധിമാന്മാർ, മനസ്സിലായോ? അവർ ഭയങ്കര വലിയ ബുദ്ധിമാന്മാരാണ്. പക്ഷേ അവർക്ക് അവരുടെ സ്വന്തം അമ്മയുമായിട്ട് നല്ല ബന്ധമുണ്ടാകത്തില്ല. അമ്മയുമായിട്ട് ഒരുമിച്ചിരിക്കാൻ പറ്റത്തില്ല അവർക്ക്, മനസ്സിലായോ? അമ്മയുമായിട്ട്, സ്വന്തം പെറ്റ തള്ളയുമായിട്ട് സ്നേഹത്തിൽ, സൗഹാർദ്ദത്തിൽ അനുഭവിച്ചിരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അവർ പുറത്തു വന്ന് കുറേ പ്രശ്നങ്ങളുണ്ടാക്കും. പക്ഷേ നമ്മളിൽ പ്രശ്നം ഉണ്ടാകത്തില്ല. എന്തുകൊണ്ടാണ്? നമ്മൾ അമ്മയുമായിട്ട് നല്ല ബന്ധത്തിലാണ്. അമ്മയുമായിട്ട് നല്ല ബന്ധത്തിലിരിക്കുന്നവർക്ക് ശരീരത്തിൻ്റെ സവിശേഷത അനുഭവത്തിൽ തെളിഞ്ഞു വരും. അവർക്ക് മാത്രമേ അത് അനുഭവിക്കാൻ പറ്റത്തുള്ളൂ. അത്രയേ ഉള്ളൂ. അല്ലാതെ ആർക്കും പറ്റുന്നതല്ല. ജീവിതം എന്ന് പറയുന്നത് ജീവിക്കാനുള്ള ഭാഗത്ത് ശ്രദ്ധിക്കുന്നവർക്കാണ്. മനസ്സിലായി? ജീവിതം എന്ന് പറയുന്നത് ജീവിക്കുന്ന ഭാഗം ശ്രദ്ധിക്കുന്നവനാണ്. അല്ലാണ്ട് ആ പ്രശ്നമുണ്ട്, ഈ പ്രശ്നമുണ്ട്. മനസ്സിലായി? ഇന്നലെ ഇപ്പോൾ ക്ലബ് ഹൗസിൽ വന്നിച്ച ഒരാൾ, എൻ്റെ അമ്മയ്ക്ക് ക്യാൻസർ വന്നു, എനിക്ക് 1 ലക്ഷം രൂപ വേണം. മനസ്സിലായി? ഓക്കെ, ആയിക്കോട്ടെ. അത് നമ്മൾ അതിനെന്ത് പറഞ്ഞ്? നമ്മളാരും പറഞ്ഞില്ല ഇങ്ങനൊരു വിഷയമൊന്നും. അത് തന്നെത്താൻ വന്നിങ്ങനെ ഓരോ കാര്യം എടുത്തിട്ടിട്ട് അവൻ്റെ ഉള്ളിലുള്ള പ്രശ്നം അവൻ തന്നെ എടുത്ത് വിളിച്ചു പറഞ്ഞു. മനസ്സിലായോ? എന്നിട്ട് പുള്ളിക്കാരൻ തന്നെ കുറേ നേരം കഴിഞ്ഞ്, ഇതൊന്നും നിങ്ങൾ പറഞ്ഞില്ല. ഇല്ല, ഞാൻ പറഞ്ഞില്ല. മനസ്സിലായി? ഇതെൻ്റെ വിഷയമല്ല. ഞാൻ പറഞ്ഞപ്പോൾ പുള്ളി അവിടെ സൈലൻ്റായിട്ട്, പുള്ളിക്കത് കേൾക്കാനുള്ള ബോധം ഉണ്ടായിരുന്നു. അതിനുള്ള ബോധമുണ്ടായിരുന്നു. കൊള്ളാം. ആ ബോധം നമ്മളെന്താണ് പറഞ്ഞത്, അവനവൻ എന്താണ് പറയുന്നതെന്ന് അവനവന് അറിയാൻ പറ്റണം. അതറിയാൻ പറ്റാത്തവർക്ക് അസ്വസ്ഥതയുണ്ടാകും. അവർ മറ്റുള്ളവരോട് പറയും, നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞാൽ പോലെ ഇനിയൊന്ന്. അതെ. ആദ്യമേ ഇങ്ങനെ പറഞ്ഞാൽ പോരുന്നില്ല. ഞാനങ്ങനെ ആദ്യമേ അവസാനം എന്നുള്ള ഭാഗവും ഇല്ല. മനസ്സിലായി? ആദ്യമേ ഇങ്ങനെ പറഞ്ഞാൽ പോരാ, ഞാനൊന്നും പറഞ്ഞില്ല. മനസ്സിലായി? അവർ പറഞ്ഞ കാര്യത്തിൽ അവർ തന്നെ കുറേ കൺഫ്യൂഷൻ ഉണ്ടാക്കിയിട്ട് അവസാനം നമ്മളോട് പറയുന്നത് നിങ്ങൾ ആദ്യമേ ഇങ്ങനെ പറഞ്ഞാൽ പോരാ. അങ്ങനെ കൊണ്ടുവന്ന് എത്തിച്ചത് കോംപ്ലിക്കേറ്റഡ് ആക്കി. മനസ്സിലായ? നമുക്കപ്പോഴും കോംപ്ലിക്കേഷൻ ഇല്ല. നമുക്ക് അപ്പോഴും ഇപ്പോഴും എപ്പോഴും കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. അവർ ആ കോംപ്ലിക്കേഷൻ റിലീസ് ആയതുകൊണ്ടാണല്ലോ എന്നാ ഇത്ര എളുപ്പത്തിൽ പറഞ്ഞാൽ പോരെന്ന് ചോദിച്ചത്. അതെ, നമ്മൾ അപ്പോഴും ഇപ്പോഴും എപ്പോഴും എളുപ്പത്തിലായിരിക്കുന്നത്. അതാണ് പലവരുടെയും ബുദ്ധിമുട്ട്. സ്വസ്ഥമായിട്ട് സ്വതന്ത്രമായിട്ട് ജീവിക്കാൻ പറ്റുമെന്ന് പറയുമ്പോൾ അതിനുടനെ ആത്മീയതയൊന്നും സ്പിരിച്വാലിറ്റി നമ്മളൊന്നും പറഞ്ഞില്ല. അപ്പോൾ മനുഷ്യർ ആയിട്ട് ഇടപെടുമ്പോൾ ശ്രദ്ധിച്ചു നോക്കണം. മനുഷ്യത്വം എന്ന് പറയുന്നത് നമ്മളെ ചലിപ്പിക്കുന്ന ജീവനെ അറിയുന്നതാണ് മനുഷ്യത്വം. അതല്ലാത്തൊരു ഭാഗം മനുഷ്യൻ്റെ സ്വഭാവമാകത്തില്ല. എന്തെങ്കിലും തല്ലിക്കുട്ടി ഇതാണെന്ന് തീരുമാനിച്ചിട്ട് അത് നടപ്പിലാക്കാൻ പറ്റുന്നുണ്ടെങ്കിലും ഓക്കെ. ഇത് നടന്നുകൊണ്ടിരിക്കുന്ന, നമ്മൾ നടപ്പിലാക്കാൻ നോക്കുന്നില്ല. നമ്മുടെ മനുഷ്യത്വം നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അത് കൂടെ നടന്നാലേ അറിയാനും പറ്റുള്ളൂ. അതെ. ഇത് പൊന്മുട്ടയിടുന്ന താറാവിനുണ്ടല്ലോ, പണ്ട് മുട്ടക്ക് വേണ്ടി കൊന്നില്ലേ, എന്നതുപോലെ എങ്ങനെയാ നടക്കണത് നോക്കാൻ വേണ്ടിയിട്ട് ആളെ കൊന്നിട്ട് പരിശോധിക്കുക എൻ്റെ ഉള്ളിൽ നടക്കണ എന്താണ് വർക്ക് ചെയ്യണത്. അതെ, ഇത് നടന്നുകൊണ്ടിരിക്കുക. മനസ്സിലായി? അല്ല, നമ്മൾ നടപ്പിലാക്കാൻ നോക്കുന്നില്ല. ശരിയും തെറ്റിൻ്റെയും ഭാഗത്തോട്ടും പോകുന്നില്ല. കാരണം ഇത് പെർഫെക്റ്റായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത്രയും ക്രിസ്റ്റൽ ക്ലിയറായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ യാതൊരു സംശയവുമില്ല, ഒരു സംശയമില്ല. കാരണം നമ്മളിൽ സംശയം എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ അതിനേക്കാൾ വലിയ ദുരന്തം വേറെ ഒന്നുമില്ല, ഒരിക്കലും ഉണ്ടാകത്തില്ല. മനസ്സിലായി? ജീവിതത്തിൻ്റെ ദുരന്തം എന്ന് പറയുന്നത് നമ്മളെ തന്നെ നമുക്ക് അനുഭവിക്കാൻ പറ്റാത്തതാണ്. നമ്മളെ അല്ലാണ്ട് വേറെ എന്താണ് അനുഭവിക്കേണ്ടത്? ഒരു പെണ്ണിൻ്റെ പുറകെ പോകുന്നു. എന്തുകൊണ്ടാണ്? ഒരു ബലഹീനനാണ് ഒരു പെണ്ണിൻ്റെ പുറകെ പോകത്തുള്ളൂ. മനസ്സിലായി? ഒരിക്കലും അല്ലാത്തതും പോകത്തില്ല. കാരണം സ്ത്രീയുമായിട്ട് ഒരുമിച്ച് ജീവിക്കുന്നു. അത് സ്ത്രീയെ വളച്ചെടുത്തിട്ടോ
സ്ത്രീയെ നമ്മൾക്ക് എനിക്കെന്തെങ്കിലും കഴിവുണ്ടെന്ന് കാണിച്ചിട്ടൊന്നുമല്ല. അതല്ല സ്ത്രീ പുരുഷ ബന്ധം. ലൈംഗികമായിട്ട് ബന്ധപ്പെടാൻ സ്ത്രീയുടെ പുറകെ പോകുന്നുണ്ടെങ്കിൽ അത് ഒരു അയോഗ്യനായിരിക്കും, ഒരു സംശയം വേണ്ട. സ്ത്രീ പുരുഷ ബന്ധം ഒരിക്കലും ലൈംഗികതയിൽ ആരംഭിക്കരുത്. സ്ത്രീ പുരുഷ ബന്ധം എപ്പോഴും ജീവനിലായിരിക്കണം. സ്ത്രീ പുരുഷ ബന്ധം നിർബന്ധമാണ്, തീർച്ചയാണ്. കാരണം എന്താണ്? ശരീരത്തിൻ്റെ ഭാഗങ്ങൾ കൃത്യമായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ സ്ത്രീയുമായിട്ടുള്ള ബന്ധം വേണം. അപ്പോൾ സ്ത്രീയെ പരിചയപ്പെട്ടത് ലൈംഗികമായിട്ട് ബന്ധപ്പെട്ടിട്ടാണെങ്കിൽ അത് നാശത്തിന് കാരണമായിട്ട് മാറത്തേ ഉള്ളൂ. ഒരു കാരണവശാലും സ്വതന്ത്രമായിട്ടുള്ള ജീവിതം തെളിഞ്ഞു വരത്തില്ല. നമ്മുടെ ശരീരത്തിന് പ്രാപ്തിയില്ലെങ്കിൽ സ്ത്രീയുടെ ശരീരത്തിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ ഹൃദയത്തിൻ്റെ ബീറ്റ് കൂടും. ഈ ബീറ്റ് കൂടുന്നുണ്ടെങ്കിൽ അത് പ്രശ്നത്തിലോട്ടാണ് പോകുന്നത്. എപ്പോൾ ഹൃദയത്തിൻ്റെ ബീറ്റ് കൂടുന്നു അപ്പോഴെല്ലാം പ്രോബ്ലമാണ്. ആ ഹാർട്ടിൻ്റെ ബീറ്റ് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം. അപ്പോൾ നമുക്ക് തെളിച്ചമുണ്ടാകും. ഒരു മണിക്കൂർ, 2 മണിക്കൂർ, 24 മണിക്കൂർ തെളിച്ച് കൊണ്ടുവരുമ്പോൾ ഉണ്ടാകുന്ന പ്രാപ്തി, ആ പ്രാപ്തിയാണ് നമ്മളെ നിലനിർത്തുന്നത്. അല്ലാണ്ട് നമ്മുടെ ബുദ്ധിയല്ല. ഈ പ്രാപ്തിയാണ് നമ്മളെ നിലനിർത്തത്തുള്ളൂ. അല്ലാണ്ട് നമ്മുടെ ബുദ്ധി നമ്മളെ നിലനിർത്തത്തില്ല ഒരു കാരണവശാലും. നമ്മുടെ ബുദ്ധി പറയും. ഈ നമ്മളൊരു സ്ത്രീയും പുരുഷനും തമ്മിൽ ബന്ധപ്പെട്ട് കുട്ടികൾ ജനിക്കുന്നുണ്ടല്ലോ. ഉണ്ടല്ലോ. ഉണ്ട്. അപ്പോ അങ്ങനെയാണ് ഈ ലോകത്ത് ഇത്രയധികം ജനങ്ങൾ ജനിക്കുകയും ജീവിക്കുകയും ചെയ്യുന്നത്. അങ്ങനെയാണ് ജനിക്കുന്നത്. ജീവിക്കുന്നത് അങ്ങനെയല്ല കേട്ടോ. ജനിക്കുന്നത് അത് പറ, കൃത്യമായിട്ട് സംസാരിക്കണേ. എന്തോ അങ്ങനെ ജനിക്കുന്നതിന് ആ ജനിപ്പിച്ചതിന് അതിന്റെ അച്ഛനും അമ്മക്കും ഒരു ഉത്തരവാദിത്വം വരുമ്പോ നമ്മള് മുമ്പോട്ട് പോകുന്ന ജീവിതത്തിനെയും അത് നിർണയിക്കുന്നുണ്ടോ അവരെ തീരുമാനങ്ങള്? ഇല്ല. ജനിച്ചതും ജീവിക്കുന്നതും ജനിച്ചതിൻ്റെ സവിശേഷത മാത്രമേ ജീവിക്കുന്നുള്ളൂ. അവിടെ കഷ്ടപ്പാടുള്ള യാതൊന്നും വരുന്നില്ല. അവിടെ ദുരന്തമായിട്ട് ആ ജനിച്ചതെന്താണോ ആ ജനിച്ചതിൽ അത് ജീവിക്കാനുള്ള കാരണങ്ങളുണ്ട്. ജനിച്ചതിലാണുള്ളത് ജീവിക്കാനുള്ള കാരണം. ജീവിക്കണമെന്നുണ്ടെങ്കിൽ ആ ജനിച്ചതിൽ ഉള്ള പ്രവർത്തനത്തിൻ്റെ തുടർച്ചയാണ് ജീവിതം എന്ന് പറയുന്നത്. അപ്പോൾ ജനിച്ചത് തന്നെ ശ്രദ്ധിക്കണം, ശ്രദ്ധ അതിൽ വേണം. നമ്മുടെ മുമ്പിൽ പലതും നമ്മൾക്ക് കാണാം. അതെല്ലാം നമ്മുടെ ഉള്ളിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ എൻ്റെ മകൻ ജനിച്ചു, അതുകൊണ്ട് ഞാനെന്ത് ചെയ്യണം? ഞാൻ ജനിച്ചെടുത്ത് ഞാൻ ജീവിക്കുന്നുണ്ടോ? അപ്പം ജീവിക്കുന്നുണ്ടെങ്കിൽ ആ ജനിച്ച മകനും ജീവിക്കുന്നത് ഇതുമായിട്ട് പൊരുത്തപ്പെട്ടാണ് നിൽക്കുന്നത്. അവിടെയാണ് യോജിപ്പ്. എന്നുവെച്ചാൽ ഞാൻ ജനിച്ചെടുത്ത് ജീവിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ മക്കളും അതുപോലെ തന്നെയാണ് ജീവിക്കാൻ പോകുന്നത്. അവിടെ കോൺഫ്ലിക്റ്റ് ഇല്ല. ജനിച്ചത് ജീവിക്കുന്ന ഭാഗം സത്യസന്ധമായിട്ട് പരിശോധിക്കുമ്പോൾ നമ്മളെല്ലാ മനുഷ്യരും അങ്ങനെ തന്നെയല്ലേ ജീവിക്കേണ്ടത്. ജനിച്ചത് ജീവിക്കുമ്പോൾ ജനിച്ചതേ ജീവിക്കത്തുള്ളൂ, ജനിച്ചതിനെ ജീവിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ജനിപ്പിച്ചെന്നുള്ള ഭാഗവും മാറിപ്പോകും. അവിടെ ആര് ജനിപ്പിച്ച്? ജനിക്കാനുള്ള കാരണങ്ങൾ ജനിച്ചതിനകത്താണ് ഉള്ളത്. മനസ്സിലാവും? വേറിട്ട് നിൽക്കുകയല്ല. ജനിക്കാനുള്ള കാരണം ജനിച്ചതിനകത്താണ് ഉള്ളത്. ഇത് രണ്ടല്ല, ഇതൊന്നാണ്. ജീവിക്കാനുള്ള കാരണം അത് തന്നെയാണ്. അതെ, ജീവിക്കാനുള്ള കാരണവും ജീവിക്കുന്നതിനകത്താണ് ഉള്ളത്. അത് രണ്ടല്ലത്, ഇതൊന്നും ഒന്നായിട്ടാണ് നിൽക്കുന്നത്. ഇതെന്താണ് സംശയം? എന്താണ് സംശയിക്കാൻ? എന്താ ഉള്ളത്? ആരാ അന്വേഷിച്ചു പോകാൻ പറഞ്ഞേ? എന്ത് കാര്യമാണ് ഇതിനകത്ത് വേറിട്ടൊരു ഭാഗം പറയാൻ? എന്താ ഉള്ളത്? ഒന്നുമില്ല. ഇത് വളരെ മനോഹരമാണ്, വളരെ വൃത്തിയുള്ളതാണ്, അത് നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുന്നതുമാണ്. അതിനകത്ത് സംശയമില്ല, അതിനകത്ത് വൃത്തികേടില്ല. ഇത് പരസ്പരം തർക്കിക്കുന്ന ഭാഗം ഇല്ലെങ്കും. ഇത് പരസ്പരമല്ല തർക്കിക്കുന്നത്. നമ്മുടെ വൃത്തികേടും മറ്റൊരാളുടെ വൃത്തികേടുമായിട്ടാണ് തർക്കം. വാശി, വൈരാഗ്യം, വിദ്വേഷം അവനവൻ്റെ ഉള്ളിലുള്ള വൃത്തികേട് വെച്ച് നടക്കുമ്പോൾ മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ കേമനാണെന്ന് കാണിക്കേണ്ടി വരും. ഇത് കേമത്തരത്തിൻ്റെ ഭാഗമൊന്നുമല്ല. ഇത് ജീവിതമാണ്. ഇതൊരു നിധിയാണ്. ഇതുപോലെ മറ്റൊന്നും കിട്ടത്തില്ല.
ഇത് എത്രത്തോളം പരിശുദ്ധവും പരിപാവനവുമായിട്ട് വൃത്തിയാക്കി കൊണ്ടുപോകുന്നു. ഇതിനകത്ത് കള്ളത്തരവും വഞ്ചനയും ചതിയും ഇല്ലാതെ കൊണ്ടുപോയാൽ മാത്രമേ ഇതിൻ്റെ സവിശേഷതകൾ നമ്മുടെ ശ്രദ്ധയിൽ തുറന്നു വരുത്തുള്ളൂ. അല്ലെങ്കിൽ എന്നും ദുഃഖവും ദുരന്തവും രോഗവുമായിട്ട് കിടക്കേണ്ടി വരും. സ്വന്തം ജീവിതത്തിൽ കള്ളത്തരവും കപടതയും കയറ്റി വെക്കരുത്. മനസ്സിലായോ? സ്വന്തം ജീവിതത്തിൽ കള്ളത്തരവും വഞ്ചനയും ചതിയും കയറ്റി വെക്കരുത്. അത് ചെയ്യരുത്. അത് ചെയ്തു കഴിഞ്ഞാൽ ജീവിതത്തിൻ്റെ സാധ്യതകൾ മുഴുവനും നഷ്ടപ്പെട്ടു. അത് യാതൊരു സംശയവും വേണ്ട. ഇത്രയും മനോഹരമായിട്ടുള്ള ജന്മം, അത് ജീവിക്കുന്നതിൻ്റെ ഉള്ള ചലനം, അത് ജീവിക്കുവാൻ വേണ്ടിയുള്ള ചലനം പ്രപഞ്ചത്തിലുള്ള സർവ്വതുമായിട്ട് ഒരുപോലെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. അത് നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. യാതൊരു കാരണവശാലും അതിന് ഒരു മിസ്റ്റേക്കും ഇല്ല.